വെൽക്കം ബാക്ക്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹോം മെയ്ഡ് ഗീൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. പാലിൽ നിന്ന് ശുദ്ധമായ നെയ്യ് നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുകയാണ്. അതും പാലിൻ്റെ അളവ് ഒട്ടും കുറയാതെ, ഒരു ഫ്ലേവറും ആഡ് ചെയ്യാതെ, കരിവേപ്പിലിൻ്റെയോ മഞ്ഞളുടെയോ ഒന്നും ഫ്ലേവർ ആഡ് ചെയ്യാതെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലത്തെ പ്യുവറായിട്ടുള്ള നെയ്യ് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പാല് തിളപ്പിക്കണം. ഞാനിവിടെ നാടൻ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിന് നാടൻ പാല് തന്നെ വേണമെന്നില്ല, ഫുൾ ഫാറ്റ് മിൽക്ക് ഏതായാലും കുഴപ്പമില്ല. നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഫുൾ ഫാറ്റ് മിൽക്ക് എടുത്താലും മതി. പിന്നെ മുതിർന്നവരൊക്കെ ചിലർ ലോ ഫാറ്റ് മിൽക്ക് പാക്കറ്റ് വാങ്ങിക്കും. അതിൻ്റെ ഒരു ആവശ്യമില്ല. നിങ്ങൾ ഫുൾ ഫാറ്റ് മിൽക്ക് എടുത്തിട്ട് ഇതുപോലെ തിളപ്പിച്ച് നമ്മൾ ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്താൽ നിങ്ങൾക്ക് ലോ ഫാറ്റ് മിൽക്കും കിട്ടും, അതേപോലെ ഗീ ഒരു ചിലവും ഇല്ലാതെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് 2 ഗ്ലാസ് പാലാണ്. ഈ 2 ഗ്ലാസ് പാല് നമ്മൾ ആദ്യം തിളപ്പിക്കാൻ വെക്കുകയാണ്. നമ്മൾ സാധാരണ നാടൻ പാല് കിട്ടുമ്പോൾ തിളപ്പിച്ച് വെക്കില്ലേ, അത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിക്കാൻ വെക്കാം. പാലൊന്ന് തിളക്കട്ടെ. നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രൊസീജിയർ, ഈ പാലിൽ നിന്ന് നമുക്ക് പാട എടുത്ത് മാറ്റണം. അതും കറക്റ്റ് ഫുൾ പാട എങ്ങനെ കിട്ടും എന്നുള്ള പ്രൊസീജിയറാണ് കേട്ടോ കാണിക്കുന്നത്. പാട് കിട്ടാൻ നിങ്ങൾ പാല് കുറുക്കി എടുക്കൊന്നും വേണ്ട. അതാ ഇതുപോലെ തിളച്ച് വന്നല്ലോ, മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് തിളപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ തിളച്ച് വരുമ്പോൾ തന്നെ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ഫ്ലെയിം മാറ്റുക. അതിനുശേഷം വെറും ഒരു 30 സെക്കൻഡ് അതാ ലോ ഫ്ലെയിമിൽ ഒന്ന് തിളക്കട്ടെ. അത്ര മതി, നമുക്ക് നല്ല പോലെ പാട കിട്ടും. ഇത് 4-5 മിനിറ്റ് ഒന്നും തിളപ്പിക്കണ്ട, അങ്ങനെയാണെങ്കിൽ പാലിൻ്റെ അളവ് കുറയും. അപ്പോൾ ഇതൊരു 30 സെക്കൻഡ് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാൻ വെക്കാം. അപ്പോൾ ഇതാ നിങ്ങൾക്ക് ഇപ്പം തന്നെ ഇതിൻ്റെ മുകളിൽ പാട കാണുന്നുണ്ടാകും. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ. ഇതൊന്ന് ചൂടാറട്ടെ. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മളിത് തിളയ്ക്കാൻ തുടങ്ങിയ ആ സമയം തൊട്ടിട്ട് ഇതിൽ സ്പൂണിട്ട് ഇളക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ നമുക്കിത് പാട മിക്സായി പോകും. അപ്പോൾ ഇതിൽ പിന്നെ സ്പൂൺ നമ്മൾ ഇടുന്നേ ഇല്ല. മീഡിയം ഫ്ലെയിമിലിട്ട് തിളച്ച് തുടങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മളിതിൽ സ്പൂൺ ഇടുകയില്ല കേട്ടോ. അപ്പോൾ അതാ ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മളിത് ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് നെക്സ്റ്റ് ഡേ എടുത്തതാണ്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്ന സമയത്ത് പാട കറക്റ്റ് നല്ല കട്ടിയായിട്ട് കിട്ടും. അപ്പോൾ ഇതാ ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. കോരിയെടുത്ത പാട നമ്മൾ ഇനി വേറൊരു ബോക്സിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇത് കണ്ടോ, നല്ല കട്ടിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമ്മൾ കോരിയെടുത്തിട്ട് നമ്മൾ വേറൊരു ബോക്സിലേക്ക് മാറ്റി വെക്കുകയാണ്. അങ്ങനെ ഒരു 20 ദിവസം വരെ കളക്ട് ചെയ്ത പാടയാണ് കേട്ടോ ഇത്. ഇത് മാത്രമല്ല, വേറൊരു ബോക്സ് കൂടി ഉണ്ട്. ഇങ്ങനെ 2 ബോക്സിൽ ഞാൻ കളക്ട് ചെയ്ത് വെച്ച പാടയാണിത്. ഇനി ഈ പാലിലേക്ക് പാട കൂടി നമുക്കിതിലേക്ക് കളക്ട് ചെയ്ത് വെക്കാം. ഇത് നമ്മൾ ഓരോ ദിവസം പാല് യൂസ് ചെയ്യുന്ന സമയത്ത് പാട എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മളിത് ഫ്രീസറിലാണ് കേട്ടോ വെക്കുന്നത്. എനിക്കിപ്പോൾ 2 ബോക്സ് പാലിൻ്റെ പാട കിട്ടിയിട്ടുണ്ട്. അത് 20 to 22 ദിവസം വരെ കളക്ട് ചെയ്ത് വെച്ച പാലിൻ്റെ പാടയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് ലോ ഫാറ്റ് മിൽക്ക് ആവശ്യമുള്ളവർക്ക് ഇങ്ങനെ പാട എടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ 2 ബോക്സ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നാളെയാണ് നമ്മൾ ഗീ ഉണ്ടാക്കുന്നതെങ്കിൽ ഇത് ഇന്ന് രാത്രി നമ്മൾ ഫ്രീസറിൽ നിന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റണം. അപ്പോൾ അതാ കുറച്ചൊന്ന് മെൽട്ടായിട്ട് വരും. ഇനി നമുക്കിത് ഡയറക്റ്റ് ഗീ ഉണ്ടാക്കുന്ന പ്രൊസീജിയറിലേക്ക് പോവാം. ഇതിപ്പം തലേദിവസം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചതുകൊണ്ട് ഒരുവിധം മെൽട്ടായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ജാറിലിട്ടിട്ട് നല്ലപോലെ അടിച്ചെടുക്കണം. അപ്പോൾ അടിച്ചെടുക്കുന്നത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു ബാച്ച് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് റെക്കോർഡ് ബട്ടൺ ഓണാക്കാൻ മറന്നുപോയി. അപ്പോൾ ഇത് സെക്കൻഡ് ബാച്ചാണ്. അപ്പോൾ നമ്മളിതാ മെൽറ്റ് ചെയ്തിട്ടുള്ള പാട ഇതുപോലെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണം. ഒന്നെങ്കിൽ നമുക്ക് തണുത്ത വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ സാധാ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് നമ്മൾ പാട കവർ ചെയ്യുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ഇത് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റ് ചെയ്തിട്ട് നമുക്കിത് ഗീ ആയി എന്ന് മനസ്സിലാവുന്നത് നമ്മുടെ ജാറിൻ്റെ ടോപ്പിലേക്ക്, ലിഡിലേക്ക് ഈ നെയ്യ് വന്നിങ്ങനെ തെറിക്കും. ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കും നമ്മുടെ ഗീ റെഡി ആയിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്തതിന് ശേഷം ഇതുപോലെ അരിച്ചെടുക്കാം. ഈ വെള്ളം നമ്മൾ അരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. വെള്ളം അതാ കംപ്ലീറ്റ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിന് വേണ്ടി നമ്മൾ അയൺ കടായിയാണ് കേട്ടോ എടുക്കുന്നത്. അതെന്തിനാണ് അയൺ കടായി എന്ന് നിങ്ങൾക്കിപ്പം മനസ്സിലാകും. ഇനി നമ്മളിത് കഴുകി എടുക്കുകയാണ്. അതിൽ ഇനിയും പാലിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് വെള്ള കളറിൽ വരുന്നില്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് കഴുകിയെടുക്കണം.
അപ്പോൾ കഴുകിയെടുക്കാൻ നമുക്ക് സൗകര്യം അയൺ കടായാണ്. കാരണം നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്ത് വെള്ളം പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നെയ്യ് നല്ലപോലെ അയണിൽ പറ്റി പിടിച്ച് നിൽക്കും കേട്ടോ. നമുക്കിത് വെള്ളം വാർത്തെടുക്കുന്ന സമയത്ത് നെയ്യ് വേസ്റ്റ് ആവില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ഇനിയുള്ള വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര മെസ്സായിട്ട് തോന്നും, നല്ല വൃത്തികേടായിട്ട് തോന്നും. പക്ഷേ നമുക്കൊരു തരി പോലും നെയ്യ് വേസ്റ്റ് ആവില്ല കേട്ടോ. ഇതെല്ലാം ക്ലീനായിട്ട് നിങ്ങൾക്കിപ്പോൾ കാണാം. അപ്പോൾ അതാ ഒരു 3-4 പ്രാവശ്യം ഞാനത് കഴുകിയിട്ടുണ്ട്. വെള്ളം നല്ല തെളി വെള്ളം വരുന്നത് വരെ നമ്മളിത് കഴുകിയെടുക്കുകയാണ്. ഇതുപോലെ പ്രസ് ചെയ്ത് നമ്മൾ അതിൽ നിന്ന് വെള്ളം കംപ്ലീറ്റ് ആയിട്ട് എടുത്തു മാറ്റണം. നിങ്ങൾ ഈ അയൺ കടായി കണ്ടിട്ട് ഞെട്ടണ്ടായത് നമ്മൾ വൃത്തിയാക്കേണ്ട, അത് തനിയെ വൃത്തിയാകും. ഈ വെള്ളം നമുക്ക് കളയാം ആദ്യം. നെയ്യിൽ നിന്ന് നമ്മൾ നല്ലപോലെ പ്രസ് ചെയ്തിട്ട് വെള്ളം എടുത്ത് മാറ്റണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അയൺ കടായി നമ്മൾ കഴുകി വൃത്തിയാക്കേണ്ടത് തനിയെ വൃത്തിയായിക്കോളും. നമ്മൾ ചൂടാക്കുന്ന സമയത്ത് കംപ്ലീറ്റ് നെയ്യ് ഒട്ടും വേസ്റ്റ് ആവാതെ സെൻറ്ററിലേക്ക് വരുന്നത് കണ്ടില്ലേ. പിന്നെ ഇത് നമ്മൾ കഴുകി കഴിഞ്ഞ ഉടനെയുള്ള ഫോമാണ് കേട്ടോ ബട്ടർ നമുക്ക് നല്ല സ്മെല്ല് അപ്പം തന്നെ മനസ്സിലാവും. ഇത് ബട്ടറിൻ്റെ മണം നമുക്ക് അപ്പം തന്നെ കിട്ടും. അപ്പോൾ അത് ചൂടാക്കി കഴിഞ്ഞാലാണ് നമുക്ക് നെയ്യ് കിട്ടുക. അപ്പോൾ നമ്മളിപ്പോൾ ഇത് അയൺ കടായിലിട്ട് ചൂടാക്കുകയാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വലിയ കടായി എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ കയ്യിലുള്ള നെയ്യ് പകുതിയാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ വലിയ കടായി എടുക്കാൻ പറഞ്ഞ കാരണം ഇതാണ്, ഇതിൽ പത വരുന്നുണ്ടല്ലേ. ഇത് നമ്മൾ ഇതിലുള്ള പാലിൻ്റെ പതയാണ് കേട്ടോ. പാല് തിളപ്പിക്കുമ്പോൾ പത പൊന്താറില്ലേ, അതുപോലെ പൊന്തി വരുന്നതാണ്. അപ്പോൾ അത് ഇവാപ്പറേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാലേ നമുക്ക് നെയ്യ് കിട്ടുള്ളൂ. പിന്നെ ചിലർ ഇതിൽ കറിവേപ്പില ഇടാറുണ്ട്. അത് ഇടുന്നത് നമുക്ക് എണ്ണയായി കഴിഞ്ഞിട്ട് നെയ്യായി കഴിഞ്ഞാൽ അത് പൊട്ടുന്ന സൗണ്ട് കേട്ടാൽ നമുക്ക് മൂപ്പറിയാനാണ്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഈ പത കംപ്ലീറ്റ് പോയി കഴിഞ്ഞ് ഒരു കുറച്ച് നേരം, ഒരു 30-40 സെക്കൻഡോളം തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെയ്യ് റെഡിയാവും. ഇപ്പോൾ കണ്ടോ, അതാ പത എല്ലാം പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ ഒരു 30-40 സെക്കൻഡ് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെയ്യ് പെർഫെക്റ്റായിട്ട് റെഡിയാവും. ഈ പത ഒന്ന് മാറണം കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പം ഇതിൽ നമ്മൾ നെയ്യിൽ കറിവേപ്പില ഇട്ടിട്ടില്ല, അതേപോലെ മഞ്ഞളും ഇട്ടിട്ടില്ല. പെർഫെക്റ്റ് നെയ്യ് നമുക്കിനി ചേഞ്ചായി വരുന്നത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, എൻ്റെലേക്ക് കാണിക്കുന്നുണ്ട്. ഓരോ ടൈം അനുസരിച്ചിട്ട് നമ്മുടെ കറക്റ്റ് നെയ്യായി മാറുന്നത് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു പരന്ന പാത്രത്തിലേക്ക് നമ്മൾ ചൂടാറാൻ വേണ്ടിയിട്ട് ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചൂടാറാൻ വേണ്ടി ഒഴിച്ച് വെച്ചതാണ്. അപ്പം നല്ലപോലെ തണുക്കരുത്, ചൂടാറി എന്ന് തോന്നുമ്പം നമുക്കൊരു ഗ്ലാസ് ജാറിലേക്ക് ഇത് ഒഴിച്ച് വെക്കാം. പിന്നെ ഇത് അരിച്ചെടുക്കാൻ മറക്കരുത്, കാരണം പാലിൻ്റെ ചെറിയ പാർട്ടിക്കിൾസ് ഇതിൽ ഉണ്ടാകും, നിങ്ങൾക്ക് കാണുന്നുണ്ടാകും. അത് നമ്മൾ അരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അരിച്ചിട്ട് വേണം നമ്മൾ ഇത് സ്റ്റോർ ചെയ്യാൻ. ഇതിൻ്റെ കളർ കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, ഇനി ഇത് ബ്രൗൺ കളർ ആവില്ലേ, യെല്ലോ കളർ ആവില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട. ഇത് പെർഫെക്റ്റ് നെയ്യിൻ്റെ കളർ തന്നെ, യെല്ലോ കളറിൽ തന്നെ നമുക്കിത് കിട്ടും. ഓരോ ടൈമിൽ ഇതിൻ്റെ കളർ മാറുന്നതും ഇതിൻ്റെ ടെക്സ്ചർ മാറുന്നതും ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. അതൊന്ന് കണ്ടു നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഒരു 3-4 ആഴ്ച വരെ ഞാൻ സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിപ്പോൾ ഞാൻ തണുത്തിട്ട് ഡയറക്റ്റ്ലി ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല. ഞാൻ ഇതിൻ്റെ കളർ ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വെക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു മണിക്കൂറിന് ശേഷമുള്ള നെയ്യിൻ്റെ കളറാണ്. പിന്നെ ഇത് 3 മണിക്കൂർ. ഇപ്പോൾ ദാ നെയ്യിൻ്റെ ടെക്സ്ചർ മാറി തുടങ്ങി, കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്, അടിയിൽ നിന്ന് കട്ടിയായി വരുന്നുണ്ട്. ഒരു 6 to 7 മണിക്കൂർ ആവുന്ന സമയം നമുക്ക് നമ്മുടെ നെയ്യിൻ്റെ ടെക്സ്ചർ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെ ക്ലൈമറ്റും ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ നെയ്യ് ഇവിടെ പെർഫെക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കളറ് കാണുന്നുണ്ടാകും, നല്ല പോലെ പെർഫെക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ശുദ്ധമായിട്ടുള്ള നെയ്യ് നമ്മളപ്പോൾ പാലിൽ നിന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വിശ്വാസത്തോടെ കൊടുക്കാൻ പറ്റുന്ന നെയ്യാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി അത് കമൻറ്റിലൂടെ അല്ലെങ്കിൽ ലൈക്കായിട്ടോ അറിയിക്കാം കേട്ടോ. മാക്സിമം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.